ഇത് എന്തായാലും വെക്കണം. ഇത് വെച്ചാൽ ഗുണം മാത്രമേ ഉള്ളൂ. അത് ഇനിയിപ്പോൾ 4G ക്യാമറ ആണെങ്കിലും വൈഫൈ ക്യാമറ ആണെങ്കിലും നമ്മൾ ഔട്ട്ഡോറിൽ വെക്കുകയാണെങ്കിൽ അത് നിർബന്ധമാണ്. നമ്മളിപ്പോൾ ഇവിടെ വെക്കുന്നത് ഒരു 4G ക്യാമറയാണ്. ഇതിൽ 3 ക്യാമറകളുണ്ട്. നമുക്ക് ഒരേ സമയം 3 സൈഡ് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ മുകളിലുള്ള 2 ക്യാമറകളും ഫിക്സ്ഡ് ആണ്. താഴെയുള്ള ക്യാമറയാണ് നമുക്ക് ഈസി ക്ലൗഡ് എന്നുള്ള ആപ്പ് ഉപയോഗിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്ത് നോക്കാനൊക്കെ പറ്റുക. രാത്രിയും കളറിൽ കാണാനുള്ള LED വരുന്നുണ്ട്, 2-way ഓഡിയോ വരുന്നുണ്ട്. പവർ കണക്ടറിൻ്റെ കൂടെ തന്നെ ഇഥർനെറ്റ് പോർട്ട് ഉള്ളതുകൊണ്ട് മോഡത്തുനിന്ന് നമുക്ക് നേരിട്ട് Cat 6 കേബിൾ വഴി ഈ ഒരു ക്യാമറയിലേക്ക് നമുക്ക് നെറ്റ് കൊടുക്കാൻ പറ്റും. ക്യാമറയുടെ കൂടെ വരുന്ന അഡാപ്റ്റർ 12 വോൾട്ട് 1 ആംപിയർ ആണ് വരുന്നത്. ഇത്തരം ക്യാമറകൾ നമ്മൾ ഔട്ട്ഡോറിൽ വെക്കുന്ന സമയത്ത് ഇതുപോലെ നല്ല വാട്ടർ പ്രൂഫ് കോബോക്സുകൾ യൂസ് ചെയ്യണം എന്ന് ഞാൻ പറയാൻ കാരണം ക്യാമറയിലേക്കുള്ള എല്ലാ കണക്ഷനും സേഫ് ആവാൻ വേണ്ടിയിട്ടാണ്. അതിനിപ്പോൾ പവർ അഡാപ്റ്റർ ആണെങ്കിലും മോഡത്തുനിന്നുള്ള നെറ്റിൻ്റെ കണക്ഷൻ ആണെങ്കിലും ഒക്കെ ഈ ഒരു കോബോക്സിൻ്റെ അകത്തേക്ക് ആക്കി കഴിഞ്ഞാൽ വളരെ സേഫാണ്. ചെറിയൊരു സാമ്പത്തിക ലാഭത്തിനോ സമയലാഭത്തിനോ വേണ്ടിയിട്ട് ഒരിക്കലും ഇതൊന്നും ചെയ്യാതിരിക്കരുത്. കോബോക്സ് നമ്മൾ അവിടെ സ്ക്രൂ ചെയ്തു. കോബോക്സിൻ്റെ ടോപ്പിൽ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ക്യാമറ ഫിക്സ് ചെയ്തു. ഈ ക്യാമറയിലെ മുകൾ ഭാഗം ഫിക്സ്ഡ് ആണെന്ന് ഞാൻ പറഞ്ഞു, 2 ക്യാമറകളും. അത് നമുക്ക് മാനുവലായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. താഴെയുള്ളതാണ് ആപ്പ് ത്രൂ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുക, മുകളിലുള്ള നമുക്ക് മാനുവലായിട്ടാണ് ചെയ്യാൻ പറ്റുക. ക്യാമറയിൽ സിമ്മും മെമ്മറി കാർഡൊക്കെ ഇട്ട് കോൺഫിഗറേഷനൊക്കെ തീർത്ത് മൊബൈലായിട്ട് കണക്ട് ചെയ്ത് കറക്റ്റ് സ്പോട്ടിൽ അത് ഫിക്സ് ചെയ്ത് പണി അങ്ങോട്ട് തീർത്തു കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു റിസൾട്ട്. 2 മെഗാ പിക്സൽ ക്ലാരിറ്റിയിലുള്ള 3 ക്യാമറകൾ. അതിൽ താഴെയുള്ള 2 ക്യാമറകളും ഫിക്സ്ഡ് ആണ്. ഏറ്റവും മുകളിലുള്ളതാണ് നമുക്ക് പാൻ ആൻഡ് ടിൽറ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്ന ക്യാമറ. ഫിക്സ്ഡ് ആയിട്ടുള്ള ആ 2 ക്യാമറൻ്റെ അകത്ത് തന്നെ ഈ ഒരു സൈറ്റിൽ വർക്ക് എടുക്കുന്ന എല്ലാ ഭാഗവും കവർ ആയിട്ടുണ്ട്. വീഡിയോയിൽ കാണിച്ച ഈ ഒരു ക്യാമറയുടെ റേറ്റും മോഡൽ നമ്പറും ഞാൻ കമൻറ്റിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർ ഉപയോഗപ്പെടുത്തുക. തൊട്ടടുത്തുള്ള ക്യാമറ ഷോപ്പുകളിൽ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് സാധനം വാങ്ങാനും കിട്ടും.